ശബരിമലയിൽ ചരിത്രമെഴുതി സ്ത്രീകൾ ദർശനം നടത്തി. കോഴിക്കോട് സ്വദേശിനിയായ ബിന്ദുവും മലപ്പുറത്ത് നിന്നുള്ള കനകദുർഗയുമാണ് ചരിത്രത്തിലേക്ക് നടന്നുകയറിയത്. പുലർച്ചെ 3:45ഓടെയാണ് ഇവർ അയ്യപ്പ ദർശനം നടത്തി മലയിറങ്ങിയത്. പോലീസ് സംരക്ഷണത്തിലാണ് ഇരുവരും പുതുചരിത്രമെഴുതി മടങ്ങിയത്. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വർഷം പിറന്ന ദിനം, അതായത് ജനുവരി 1-ന് സംസ്ഥാനത്ത് വലിയ ഒരു ചരിത്രം രചിക്കപ്പെട്ടത് വനിതാ മതിലിലൂടെയായിരുന്നു. ആ രീതിയിൽ വലിയ ഒരു വൻമതിലിലൂടെ. എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസം അതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരു ചരിത്രം കൂടി രചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചിരിക്കുന്നു. പ്രധാനമായും കോഴിക്കോട് മലപ്പുറം സ്വദേശികളായിട്ടുള്ള കനകദുർഗ, അതോടൊപ്പം തന്നെ ബിന്ദു എന്നിവരാണ് ഇന്ന് പുലർച്ചയോടുകൂടി ശബരിമലയിൽ എത്തി അയ്യപ്പ ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നത്. അവർ കൃത്യം 1:30ഓടുകൂടിയായിരുന്നു പമ്പയിൽ എത്തിയത്. പമ്പയിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ്, ചുരിദാർ അണിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പമ്പയിൽ എത്തിയത്. അവിടെ എത്തിയതിനു ശേഷമായിരുന്നു അവർ പോലീസിനോട് തങ്ങൾക്ക് സുരക്ഷ വേണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത്. തുടർന്ന് അവിടുന്ന് പോലീസ് അവർക്ക് സുരക്ഷയൊരുക്കുന്നു. പോലീസ് സുരക്ഷയിൽ തന്നെയാണ് അവർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്നത്. മഫ്തിയിലുള്ള പോലീസും അവരെ അനുഗമിച്ചിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന്, അവർ ഇരുമുടിക്കെട്ട് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ 18-ാം പടി ഉപേക്ഷിച്ചുകൊണ്ട് വടക്കേ നട വഴിയായിരുന്നു അവർ സോപാനത്തേക്ക് എത്തിയത്. സോപാനത്തെത്തി അവർ പുലർച്ചെ 3:30ഓടുകൂടി തന്നെ ദർശനം നടത്തി. ഉടൻ തന്നെ പോലീസ് 15 മിനിറ്റ് മാത്രമാണ് അവിടെ ചിലവഴിച്ചത്. അതിനുശേഷം ഉടൻ തന്നെ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. ഏതായാലും ദർശനത്തിനായി തങ്ങൾ അവിടെ എത്തിയ സാഹചര്യത്തിൽ അവിടെ ഭക്തന്മാർ ഉണ്ടായിരുന്നു. പക്ഷെ ആരും തങ്ങളെ തടഞ്ഞില്ല എന്ന് തന്നെയാണ് ദർശനത്തിനു ശേഷം ബിന്ദു തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഇന്ന് പുലർച്ചെ ഞാനും കനകദുർഗയും ഇന്ന് പുലർച്ചെ 1:30ഓടുകൂടി പമ്പയിൽ നിന്ന് പുറപ്പെട്ട് 3:30ഓടുകൂടി സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങി വന്നിട്ടുള്ളതാണ്. നമ്മൾ ഭക്തന്മാരുടെ ഒപ്പം തന്നെ പോവുകയും ഭക്തന്മാരുടെ ഒപ്പം തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. ഭക്തന്മാരുടെ ഇടയിൽ നമുക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, മണ്ഡലകാലത്ത് പലപ്പോഴായിട്ടാണ് അവിടെ സ്ത്രീകൾ പ്രവേശിക്കാനായി എത്തിയത്, ദർശനം നടത്താനായി എത്തിയത്. എന്നാൽ ഈ രീതിയിൽ വലിയ തോതിലുള്ള അക്രമ പരമ്പര തന്നെയായിരുന്നു RSS സംഘപരിവാർ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും അഴിച്ചുവിട്ടത്. അതിൽ അത്തരത്തിൽ ഒരു സുരക്ഷിതമില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവർക്ക് അവിടെ നിന്നും മടങ്ങേണ്ടി വന്നത്. കനകദുർഗയും അതോടൊപ്പം തന്നെ ബിന്ദുവും സമാനമായ അവസ്ഥയിൽ ഇതിനു മുൻപും, അതായത് ഡിസംബർ 24-ാം തീയതി അവർ അവിടെ പമ്പയിൽ എത്തിയിരുന്നവരാണ്. പക്ഷേ മുകളിലേക്ക് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം ഉണ്ടായ ഘട്ടത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പോലീസ് സുരക്ഷ ഒരുക്കിയെങ്കിൽ പോലും ഇത്തരത്തിൽ വന്ന അക്രമി സംഘത്തിന്റെ ഒരു അക്രമ പരമ്പര അവിടെ അരങ്ങേറുന്ന ഒരു സാഹചര്യമായതിനാൽ അവർക്കും മടങ്ങേണ്ടി വന്നു. എന്നാൽ തങ്ങൾ വീണ്ടും വരും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി തന്നെയായിരുന്നു അവർ അന്ന് ശബരിമലയിൽ നിന്നും മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ അത്തരത്തിൽ തങ്ങളുടെ ഒരു വിശ്വാസം തന്നെയാണ് തങ്ങളെ ഇവിടെ തിരികെ എത്തിച്ചതും ഈ ഒരു ശബരിമല ദർശനം പൂർത്തിയാക്കാൻ സാധിച്ചത് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിലൂടെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മറ്റൊന്ന്, ശബരിമലയിൽ വീണ്ടും ഒരു ജനുവരി 1-ന് വനിതാ മതിലിലൂടെ ഒരു ചരിത്രം രചിച്ചപ്പോൾ ഇന്നിപ്പോൾ ശബരിമലയിൽ ജനുവരി 2-ന് മറ്റൊരു പുതുചരിത്രം തന്നെയാണ് ഈ യുവതികൾ പ്രവേശിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് RSS കലാപത്തിന് പദ്ധതിയിടുന്നു. രഹസ്യ വിവരങ്ങൾ പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, CPM നേതാക്കളുടെ വീടുകൾ, CPM ഓഫീസുകൾ എന്നിവ ആക്രമിക്കാനാണ് പദ്ധതി. വിവരങ്ങളുമായി നൃപൻ ചേരുന്നു. നൃപൻ, കൂടുതൽ വിവരങ്ങൾ. അവന്തിക സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് വ്യാപകമായി കലാപം സൃഷ്ടിക്കാനാണ് RSSന്റെ ദേശീയ നേതൃത്വം നൽകിയ നിർദ്ദേശമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള കലാപം ഉണ്ടാക്കുക, ശബരിമല വിഷയവുമായി മുൻനിർത്തി സംസ്ഥാന വ്യാപകമായി സംഘർഷം തുടരുക, നിലവിലുള്ള ആക്രമണങ്ങൾ തുടരുകയും അതോടൊപ്പം തന്നെ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് വിഷയങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കണമെന്നാണ് സംഘപരിവാർ സംഘടനകൾക്ക് ദേശീയ നേതൃത്വം നൽകിയ നിർദ്ദേശങ്ങൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, രാത്രിയോടുകൂടി ആക്രമണം വ്യാപിപ്പിക്കുക എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കത്തിക്കുകയും തകർക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ CPM നേതാക്കളുടെയും ഇടതുപക്ഷ നേതാക്കളുടെയും വീടുകൾക്ക് നേരെ വ്യാപകമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുക, അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസുകൾക്ക് കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾക്കും അവർ പദ്ധതിയിടുന്നുണ്ട്. അങ്ങനെ ഈ വിഷയത്തെ വല്ലാത്ത
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ മുമ്പ് സംഘപരിവാർ സംഘടനകൾ നടത്തിയിരുന്ന കലാപത്തിന്റെ രീതിയിലേക്ക് ശബരിമല വിഷയത്തെ മുൻനിർത്തി സംസ്ഥാന വ്യാപകമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് RSS പദ്ധതിയിടുന്നത്. ഇത് സംഘപരിവാർ സംഘടനകൾക്ക് പ്രത്യേക നിർദ്ദേശം ദേശീയ നേതാക്കൾ നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതനുസരിച്ച സൂചനകൾ പുറത്തുവരുന്നു. സംസ്ഥാനത്തിലെ തന്നെ വിവിധ രഹസ്യ വിഭാഗങ്ങൾ ഇതനുസരിച്ചുള്ള സൂചനകൾ അവർക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായി പരീക്ഷിച്ച് വിജയിച്ച ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് സാധ്യത സംസ്ഥാനത്ത് ഒരുക്കുക, അങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക, സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് കലാപത്തിനാണ് RSS നേതൃത്വം നൽകുന്നത്. ഗുജറാത്തിലൊക്കെ നടത്തിയതുപോലെയുള്ള വലിയ കലാപത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള നിർദ്ദേശമാണ് സംഘപരിവാർ സംഘടനകൾക്ക് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവന്തിക, ശരി, നൃപനാണ് വിവരങ്ങൾ നൽകിയത്. തലസ്ഥാനത്ത് BJP അക്രമം അഴിച്ചുവിടാൻ പദ്ധതിയിടുന്നതായി രഹസ്യവിവരം ലഭിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് നൃപൻ നൽകിയത്. തലസ്ഥാന നഗരിയെ യുദ്ധക്കളമാക്കി BJPയും സംഘപരിവാർ സംഘടനകളും. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിന്റെ മറവിലാണ് സംഘം അക്രമം അഴിച്ചുവിട്ടത്. പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും ഇവർ ആക്രമിച്ചു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ സംഘപരിവാർ നടത്തിയ അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, കൂടുതൽ വിശദാംശങ്ങൾ. ശബരിമലയിൽ രാവിലെ 2 യുവതികൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അക്രമമാണ് സംസ്ഥാനത്ത് ആകമാനം BJP സംഘപരിവാർ പ്രവർത്തകർ നടത്തിയത്. തിരുവനന്തപുരത്ത് വെള്ളറ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറിയ അക്രമം വലിയ തോതിലേക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കത്തിപ്പടർന്നത്. സംഘർഷഭരിതമായ സ്ഥിതിവിശേഷങ്ങൾക്ക് ഇടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ സർക്കാർ ജീവനക്കാരുടെ ട്രേഡ് യൂണിയൻ സ്വാഗത സംഘം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ ഇരച്ചു കയറാൻ എത്തുകയും ഇത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും 6 തവണ കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. 1 തവണ ഗ്രനേഡ് ഉപയോഗിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ആകമാനമുള്ള അക്രമവും ശബരിമല വിഷയവും ഉയർത്തിക്കൊണ്ട് ശബരിമല കർമ്മസമിതി നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഹർത്താലിനോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ചെറുകിട വ്യവസായ മേഖലയിലെ വ്യാപാരികളുടെ തീരുമാനം. ഇത് സംബന്ധിച്ച തീരുമാനം അവർ അറിയിക്കുകയും ചെയ്തു. നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത സുരക്ഷയാണ് സംസ്ഥാനത്ത് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ പൊതുമുതലുകൾ നശിപ്പിക്കുകയാണെങ്കിൽ ഇവരിൽ നിന്നും ഇത് ഈടാക്കാനുള്ള, ഇവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടിയാണെങ്കിലും ഇത് ഈടാക്കാനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ പരക്കെ അക്രമം നടക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. KSRTC ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങളെയും ആക്രമിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. നിർബന്ധിച്ച് കടയടപ്പിക്കുകയും അടയ്ക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാരികളെയും വ്യാപാര സ്ഥാപനങ്ങളെയും ആക്രമിക്കാനുള്ള ഒരു ഗൂഢ ലക്ഷ്യവും ഉണ്ട് എന്നുള്ള നിലയിലാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയും വലിയ തോതിലുള്ള അക്രമം നടക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പോലീസ് അതിസുരക്ഷയാണ് സംസ്ഥാനത്ത് ആകമാനം ഒരുക്കിയിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി BJP പ്രവർത്തകർ മധ്യകേരളത്തിലും വ്യാപക അക്രമം അഴിച്ചുവിട്ടു. എറണാകുളം പിറവത്ത് വനിതാ പോലീസുകാരിയുടെ മുഖത്തടിക്കുകയും ഭർത്താവിനെ ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ താലൂക്ക് ഓഫീസ് അടിച്ചു തകർത്ത സംഘം വികലാംഗന്റേതുൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും തകർത്തു. ഗുരുവായൂരിലെ അക്രമത്തിൽ CI പ്രേമാനന്ദ് പരിക്കേറ്റു. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, കൂടുതൽ വിശദാംശങ്ങൾ. വ്യാപകമായ രീതിയിലുള്ള അക്രമമാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് RSS BJP പ്രവർത്തകർ അഴിച്ചുവിട്ടത്. എറണാകുളം ജില്ലയിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ചടങ്ങിലേക്ക് BJP പ്രവർത്തകർ എത്തുകയും അവർ വേദി കയ്യേറാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേ സമാന സംഭവത്തിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വൈകിട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മൂവാറ്റുപുഴ ഭാഗത്ത് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. അങ്കമാലി കിടങ്ങൂരിൽ യുവതികൾ താമസിച്ചിരുന്ന വീടിന് നേരെയും ഇത്തരത്തിൽ BJPയുടെ അക്രമം ഉണ്ടായി. ഒരു വെറ്റിനറി ഡോക്ടർ ജോസഫ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള വീടാണ്. ഇവിടെയും ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായി. വനിതാ പോലീസുകാരിക്കും വലിയ രീതിയിലുള്ള ഒരു മർദ്ദനമേറ്റ സംഭവം ഇന്ന് എറണാകുളം ജില്ലയിൽ ഉണ്ടായി. പറവൂരിൽ വടക്കേക്കര സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ചാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥയായ ഷീജ എന്ന് പറയുന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ BJP അക്രമം അഴിച്ചുവിട്ടത്. ഒരു KSRTC ബസ് തല്ലി തകർക്കുകയും അത് കണ്ട് ആ ബസ് സ്റ്റേഷനിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന മറ്റൊരു ബസ്സിന് നേരെയുണ്ടായ അക്രമം അത്
അതുമായി ബന്ധപ്പെട്ടാണ് അക്രമികൾ ഷീജയെ മർദ്ദിച്ചത്. ഇവരുടെ ഭർത്താവിനും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഈ പോലീസുകാരി ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷീജയുടെ കൈ പിടിച്ചു തിരിക്കുകയും അതുപോലെ മുഖത്തടിക്കുക ഉൾപ്പെടെയുള്ള രീതിയിലാണ് വനിതകൾക്ക് നേരെയും BJP RSS പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. എന്തായാലും മധ്യ കേരളത്തിലെ അക്രമ സംഭവങ്ങൾ ഒരു വലിയ രീതിയിൽ തന്നെ നടക്കുകയുണ്ടായി. തൃശ്ശൂരിലും സമാന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ തടയുകയും കടകൾ ഒഴിപ്പിക്കുകയും രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു അക്രമമാണ് BJP RSS പ്രവർത്തകർ നടത്തിയിട്ടുള്ളത്. ഗുരുവായൂരിൽ ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ രൂക്ഷമായ രീതിയിൽ അക്രമം അഴിച്ചുവിട്ടതിനെ തുടർന്ന് ഗുരുവായൂർ CI പ്രേമാനന്ദന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും തൃപ്രയാറിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച വഞ്ചികൾ ഉൾപ്പെടെ RSS BJP പ്രവർത്തകർ കത്തിച്ചു കളഞ്ഞു. എന്തായാലും കൊടുങ്ങല്ലൂർ വടക്കഞ്ചേരി ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകളെയും ഇത്തരത്തിലുള്ള അക്രമം വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ മാവേലിക്കര താലൂക്ക് ഓഫീസ് BJP പ്രവർത്തകർ അടിച്ചു തകർത്തു. വികലാംഗനായ ഒരു യുവാവ് നടത്തിക്കൊണ്ടിരുന്ന ചെറിയ കടയുൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയും ആലപ്പുഴ ജില്ലയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. ഹരിപ്പാട് റോഡ് ഉപരോധിച്ചു. തിരുവല്ലയിൽ MC റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ചു. ആലപ്പുഴയും ചങ്ങനാശ്ശേരിയിലും റോഡ് ഉപരോധം നടന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമ പരമ്പരകൾ തന്നെ ഈ ഒരു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് BJP മധ്യ കേരളത്തിൽ അഴിച്ചുവിട്ടു. വലിയ രീതിയിൽ യാത്രക്കാർക്കും അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പരിക്കേൽക്കേണ്ട സാഹചര്യം ഇന്നത്തെ ഈ ഒരു അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് മധ്യ കേരളത്തിലുണ്ടായി. യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും BJPയുടെ അധിക്ഷേപം. പിണറായി വിജയൻ തെങ്ങുകയറാൻ പോകുന്നതാണ് ഭേദമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ N ശിവരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ BJPയുടെ സമരപന്തലിൽ ഇപ്പോൾ ശിവരാജനാണ് നിരാഹാര സമരം നടത്തുന്നത്. കൂടാതെ ദർശനം നടത്തിയ യുവതികളെയും ശിവരാജൻ അപമാനിച്ചു. ആണും പെണ്ണും കെട്ട കുടുംബത്തിന് വേണ്ടാത്ത സ്ത്രീകൾ എന്നിങ്ങനെ മോശം പദപ്രയോഗങ്ങളാണ് ശിവരാജൻ നടത്തിയത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, കൂടുതൽ വിശദാംശങ്ങൾ. യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയതിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള അധിക്ഷേപവുമായാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും അവർ ആരോപിക്കുന്നത് സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തു നിന്നും എത്തുന്ന 5 ലക്ഷത്തോളം വരുന്ന അയ്യപ്പ ഭക്തന്മാർ, അവരെ ചതിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ അവിടെ യുവതികളെ പ്രവേശിപ്പിച്ചത്. ഇതിലും ഭേദം മുഖ്യമന്ത്രി തെങ്ങ് കയറാൻ പോകുന്നതായിരുന്നു. ആ രീതിയിൽ അദ്ദേഹത്തെ ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള M ശിവരാജൻ മുഖ്യമന്ത്രിയെ അവഹേളിച്ചിരിക്കുന്നത്. പ്രധാനമായും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം ഇപ്പോൾ നിലവിൽ ശിവരാജന്റെ നേതൃത്വത്തിലാണ് നിരാഹാര സമരം പുരോഗമിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് യുവതികളുടെ പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോഴായിരുന്നു ശിവരാജൻ ഈ രീതിയിൽ മുഖ്യമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി മാധ്യമങ്ങൾക്ക് നൽകിയത്. പിണറായി വിജയൻ വേഷം മാറി ശബരിമലയിൽ ആണും പെണ്ണും കെട്ട ചില 2 വനിതകളെ കടത്തിയെങ്കിൽ തനി നാട്ടിലേക്കും വീട്ടിലേക്കും വേണ്ടാത്ത 2 ആളെ കടത്തി എന്നാണ് പറയുന്നത്. ദർശനം കഴിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വ്യക്തമായ സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. തന്ത്രി പറയട്ടെ കടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും. 5.5 കോടി അയ്യപ്പ ഭക്തന്മാരെയാണ് പിണറായി വിജയൻ ചതിച്ചിരിക്കുന്നത്. 5.5 കോടി അയ്യപ്പ ഭക്തന്മാരെ. ആ പിണറായി വിജയൻ ഇനി ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല, രാജിവെക്കണം. കാരണം ഇതിലേറെ പിണറായി വിജയൻ തെങ്ങ് കയറാൻ പോവാ. അതിൻ്റെ തിക്താനുഭവം പിണറായി വിജയൻ അനുഭവിക്കാൻ പോകുന്നു. രൂപം എല്ലാം മാറും, ഭാവവും മാറും. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ശിവരാജൻ അവിടെ എത്തി ദർശനം നടത്തിയ യുവതികളെയും വലിയ തോതിൽ തന്നെയാണ് അധിക്ഷേപിച്ചത്. ആണും പെണ്ണും കെട്ട വർഗം എന്നാണ് ഇവരെ പരാമർശിച്ചത്. ഒപ്പം തന്നെ വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത സ്ത്രീകളാണ് ഇവർ എന്ന തരത്തിൽ പൂർണ്ണമായും ശബരിമലയിൽ ദർശനത്തിനെത്തിയ കനകദുർഗയെയും അതോടൊപ്പം തന്നെ ബിന്ദുവിനെയും പൂർണ്ണമായും അധിക്ഷേപിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം പരാമർശം നടത്തിയത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ പരാതിയും പോലീസിൽ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ജാതീയമായ അധിക്ഷേപം, ഒപ്പം തന്നെ ഇതിൽ ഒരാൾ ദളിതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള പരാമർശങ്ങളും ശിവരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ശക്തമായ നടപടി എടുക്കാൻ തന്നെയാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഹർത്താലിനെതിരെ വ്യാപാരികൾ. നാളെ കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി സമിതിയും ഏകോപന സമിതിയും. ഹർത്താൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ഹർത്താൽ വിരുദ്ധ സമിതി. പോലീസ് സംരക്ഷണം തേടിയതായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. ഹർത്താലിനെതിരെ വലിയ പ്രതിഷേധമാണ് വ്യാപാരി സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നത്.
ഹർത്താലുമായി സഹകരിക്കില്ലെന്നും കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും വ്യാപാരി വ്യവസായി സമിതിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന ഹർത്താലുകൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വ്യാപാരികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമല്ല ശബരിമല എന്നും അതുകൊണ്ട് തന്നെ വ്യാപാരികൾ കടകൾ അടയ്ക്കേണ്ടതില്ലെന്നും ഉള്ള നിലപാടിലാണ് വ്യാപാരികൾ. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ വ്യാപകമായ അക്രമം കൂടി ഉണ്ടായ സാഹചര്യത്തിലാണ് BJP ഹർത്താലിനെതിരെ കടുത്ത നിലപാടുമായി വ്യാപാരികൾ രംഗത്ത് വന്നിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ ഇന്ന് ഒരു വിഭാഗം ആളുകൾ കൊടുങ്ങല്ലൂരിലായാലും കാസർഗോഡായാലും കോട്ടയം ജില്ലയിലായാലും കൊല്ലം ജില്ലയിലായാലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ വിവരം മുഖ്യമന്ത്രി ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. വേണ്ട പ്രൊട്ടക്ഷൻ നൽകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലവർ നാളെ ഹർത്താൽ ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ആഹ്വാനത്തെ ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയോട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയോടുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് നാളെ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഹർത്താൽ വിരുദ്ധ സമിതിയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായ ടി നസറുദ്ദീൻ വ്യാപാരികൾ കട തുറക്കുന്നതിനോടൊപ്പം വാഹനങ്ങൾ നിരത്തിലിറങ്ങുമെന്നും പ്രഖ്യാപിച്ചു. ബസ് ഉടമകളടക്കമുള്ള സംഘടനയാണ് ഹർത്താൽ വിരുദ്ധ സമിതി. കടകൾക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചതായും ടി നസറുദ്ദീൻ പറഞ്ഞു. ചേംബർ ഓഫ് കോമേഴ്സും പോലീസ് സംരക്ഷണം തേടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതിനകം തന്നെ നിവേദനം നൽകിയിട്ടുണ്ട്. അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് വ്യാപാരികളെ കൂടി ഭീതിയിലാഴ്ത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് വൈകിട്ട് വിവിധയിടങ്ങളിൽ അക്രമാസക്തമായ പ്രകടനം BJP നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. വ്യാപാരി സമൂഹം ഒറ്റക്കെട്ടായി ഹർത്താലിനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ വലിയ ജനകീയ പ്രതിഷേധമാണ് ഹർത്താലിനെതിരെ ഉയർന്നുവരുന്നത്. അന്തരിച്ച CPM നേതാവ് സൈമൺ ബ്രിട്ടോയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, നടൻ മമ്മൂട്ടി അടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ധീരസഖാവിന് അന്തിമോപചാരം അർപ്പിച്ചു. കൊച്ചിയിലെ വസതിയിലും ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വച്ച ശേഷം ബ്രിട്ടോയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറി. 3.5 പതിറ്റാണ്ട് വീൽചെയറിലിരുന്ന് പോരാടിയ വിപ്ലവ നക്ഷത്രത്തെയാണ് ബ്രിട്ടോയുടെ ആകസ്മിക വേർപാടോടെ നഷ്ടമായത്. വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, കൂടുതൽ വിവരങ്ങൾ. തിങ്കളാഴ്ച അന്തരിച്ച CPI നേതാവ് സൈമൺ ബ്രിട്ടോയ്ക്ക് ഇന്ന് നാട് കണ്ണീരോടെ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്ന് രാവിലെ വടകരയിലെ വസതിയിലും അതോടൊപ്പം തന്നെ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് സൈമൺ ബ്രിട്ടോയ്ക്ക് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കൈമാറിയത്. ഇന്ന് രാവിലെ 7:30 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിമാർ, MLA-മാർ അടക്കമുള്ളവർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ എത്തിയിരുന്നു. നടൻ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ വടകരയിലെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അഭിമന്യുവിന്റെ വട്ടവടയിൽ ധീരരക്തസാക്ഷിയായ അഭിമന്യുവിന്റെ മാതാപിതാക്കളും വട്ടവടയിൽ നിന്നെത്തി ധീരസഖാവിനെ നേരിട്ട് അദ്ദേഹത്തിന്റെ ചേതനത്തെ ശരീരം നേരിട്ട് കാണുകയും അവർ അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്ന് നിരവധി പേരാണ് വസതിയിലേക്കും പിന്നീട് എറണാകുളം ടൗൺ ഹാളിലേക്കും ഒഴുകിയെത്തിയത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ അടക്കമുള്ളവരെല്ലാം തന്നെയും സൈമൺ ബ്രിട്ടോയ്ക്ക് അവസാനമായി ഒരു നോക്ക് കാണുകയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഈ തിങ്കളാഴ്ച അന്തരിച്ച സൈമൺ ബ്രിട്ടോയുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെയാണ് ഈ കൊച്ചിയിലെ വസതിയിൽ എത്തിച്ചത്. അദ്ദേഹം ഒരു വിപ്ലവ നക്ഷത്രമായിരുന്നു. ജീവിച്ചിരുന്ന രക്തസാക്ഷിയിൽ KSUവിന്റെ കൊലക്കത്തിക്ക് ഇരയായി ജീവിച്ചിരുന്ന ഒരു രക്തസാക്ഷിയായിരുന്നു സൈമൺ ബ്രിട്ടോ. സൈമൺ ബ്രിട്ടോ പുതുതലമുറയ്ക്കും അദ്ദേഹം ആവേശമായിരുന്നു. പ്രത്യേകിച്ച് മരണം വരെയും ഒരു SFI പ്രവർത്തനെ പോലെയായിരുന്നു അദ്ദേഹം പുതിയ തലമുറയ്ക്കും സമര വീര്യം പകർന്നു നൽകിയത്. എന്തായാലും അദ്ദേഹം മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുകയും ചെയ്തത്. എന്തായാലും ഒരു വിപ്ലവ നക്ഷത്രമാണ് ഇന്ന് മാഞ്ഞത്. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവും വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് 3.5 പതിറ്റാണ്ടുകാലം അദ്ദേഹം നൽകിയ സമര പോരാട്ടങ്ങളെല്ലാം തന്നെയും വലിയ ഒരു ചരിത്രങ്ങൾ അല്ലെങ്കിൽ വലിയൊരു ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ടാണ്, ജ്വലിക്കുന്ന ഓർമ്മകൾ ബാക്കി വെച്ചുകൊണ്ടാണ് വിപ്ലവ നക്ഷത്രം സൈമൺ ബ്രിട്ടോ ഇപ്പോൾ നാടിൽ നിന്നും നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോവുകയും നാട് ഒന്നാകെ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുകയും ചെയ്തത്. ശബരിമല യുവതി പ്രവേശനത്തെ സ്വാഗതം ചെയ്ത് BJP ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും MP-യുമായ ഉദിത് രാജ് യുവതികൾ പ്രവേശിച്ചതിൽ സന്തോഷമെന്നും സുപ്രീംകോടതി വിധി നടപ്പാക്കിയ ഇടത് സർക്കാരിനെ പ്രശംസിക്കുന്നതായും ഉദിത് രാജ് പറഞ്ഞു. ആചാരലംഘനത്തിന്റെ പേരിൽ തെരുവിലിറങ്ങിയ കേരളത്തിലെ BJP നിലപാടിനെ തള്ളിപ്പറയാനും BJP ദേശീയ നേതാവായ ഉദിത് രാജ് തയ്യാറായി.
ശബരിമലയിൽ ഇന്നുണ്ടായ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഇതാദ്യമായാണ് ഒരു BJP നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും MPയുമായ ഉദിത് രാജാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്ന ചരിത്ര സംഭവത്തെ സർവാത്മന പിന്തുണയ്ക്കുവാൻ വേണ്ടി തയ്യാറായത്. അശുദ്ധിയുടെ പേരിൽ സ്ത്രീകളോട് കാട്ടുന്ന വിവേചനം യാതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ വേണ്ടി സാധിക്കില്ല. അതിനാൽ തന്നെ ശബരിമലയിൽ ഇന്നുണ്ടായ സ്ത്രീ പ്രവേശനം ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ് എന്നായിരുന്നു ഉദിത് രാജ് പ്രതികരിച്ചത്. ആചാരം എന്നുള്ള പേരിൽ വിവേചനങ്ങളെയും അനാചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. I wholeheartedly support, because in the eyes of law and constitution both the genders are equal. Second, God pervades everywhere. God is not confined in one place, that is the temple. So if women on the earth impure the God, then the God is elsewhere also. And thirdly, how can women be impure, inhygienic because of menstruation? സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് പുരുഷന്മാർ ഉൾപ്പെടെ ജനിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിവേചനമെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. സതിയും അതുപോലെ സ്ത്രീധനവും ഒക്കെ തന്നെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അവയൊക്കെ തന്നെ ആചാരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിപ്പിടിക്കുവാൻ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും തയ്യാറാകുമോ എന്ന ഏറെ പ്രസക്തമായ ഒരു ചോദ്യവും ഉദിത് രാജിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായി. മുൻപ് കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ ക്ഷേത്രങ്ങളിലെ സ്വത്ത് എടുത്തുകൊണ്ട് അത് കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച ആളായിരുന്നു ഉദിത് രാജ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും അദ്ദേഹം നടത്തിയത് കേരളത്തിൽ ഇപ്പോൾ BJP നടത്തുന്ന ആചാരലംഘനം നടന്നു എന്നതിന്റെ പേരിൽ കേരളത്തിൽ നടത്തുന്ന അക്രമ സംഭവങ്ങളെ കുറിച്ചായിരുന്നു. ആ അക്രമ സംഭവങ്ങളെ തള്ളിപ്പറയുവാനും ഉദിത് രാജ് തയ്യാറായി. സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയ ഇടത് സർക്കാരിന്റെ നടപടിയെ പിന്തുണയ്ക്കുവാനും ഉദിത് രാജ് തയ്യാറായി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും സംസ്ഥാനത്ത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് BJP നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളെ തിരിച്ചറിഞ്ഞ് തള്ളിപ്പറയുവാൻ വേണ്ടി BJPയിലെ തന്നെ നേതാവ് തയ്യാറായി എന്ന് പറയുന്നത് കേരളത്തിലെ BJPക്ക് വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോഴിക്കോട് സംഘപരിവാർ പ്രതിഷേധത്തിൽ പരക്കെ അക്രമം. വഴിയാത്രക്കാരെയും മാധ്യമപ്രവർത്തകരെയും ആക്രമിച്ചു. വിവരം ജോഷില നൽകും. നാമജപ പ്രതിഷേധം എന്ന പേരിൽ സംഘപരിവാർ ഇന്ന് നടത്തിയ പ്രകടനം അക്രമാസക്തമായിരുന്നു. കോഴിക്കോട് മാനാഞ്ചിറയിലടക്കം വളരെയേറെ ഭ്രാന്തമായ രീതിയിലാണ് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന നാമജപ പ്രതിഷേധ പ്രകടനം നീങ്ങിയത്. വഴിയിൽ കണ്ട യാത്രക്കാരെ മുഴുവൻ മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ വഴിയിൽ കണ്ട എല്ലാ പൊതുസ്ഥലങ്ങളിലെ എല്ലാ ബോർഡുകളും ഫ്ലക്സുകളും എല്ലാം അടിച്ചു തകർക്കുന്ന പൊതു വസ്തുക്കളെല്ലാം തന്നെ അടിച്ചു തകർക്കുന്ന അവസ്ഥയുണ്ടായി. കടകക്കാരെ എല്ലാം തന്നെ ഭീഷണിപ്പെടുത്തുകയും ആക്രോശിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. യുവാക്കളെ മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. വഴിയരികിൽ കണ്ട എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയും അവരുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു ഇന്ന് കോഴിക്കോട് നാമജപ ഘോഷയാത്ര വൈകുന്നേരത്തോടുകൂടി സംഘടിപ്പിച്ചത് എന്ന് വേണം പറയാൻ. ഇതൊക്കെ നടന്നത് നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ശബരിമലയിലെ യുവതീ പ്രവേശം ഇത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അതൊരു തരം അക്രമാസക്തമായ രീതിയിലേക്ക് മാറ്റണം എന്നുള്ള ഗൂഢോദ്ദേശത്തോടു കൂടി തന്നെയാണ് നാമജപ പ്രതിഷേധ പ്രകടനം എന്ന പേരിൽ സംഘപരിവാർ സംഘടിപ്പിച്ചത് എന്ന് കൃത്യമായി ബോധ്യമാകും വിധത്തിലായിരുന്നു ഇന്ന് നാമജപ പ്രതിഷേധ പ്രകടനം കോഴിക്കോട് നടന്നത്. എന്തായാലും KSRTC ബസിന് നേരെ ആക്രമണമുണ്ടായി. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായി. റിപ്പോർട്ടർ TV ചാനലിനു നേരെ ആക്രമണമുണ്ടായി. ചാനൽ ഓഫീസ് അടിച്ചു തകർത്തു. റിപ്പോർട്ടർ TVയുടെ ഓഫീസിലേക്ക് അക്രമികൾ കടന്നു ചെന്നു. റിപ്പോർട്ടർ ചാനൽ ഓഫീസ് അടിച്ചു തകർത്തു. ഓഫീസിലെ എല്ലാ ജീവനക്കാരെയും മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ ചാനൽ റിപ്പോർട്ടർ സുസ്മിതയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയുമുണ്ടായി. അവരെ ഭീഷണിപ്പെടുത്തുകയും മറ്റ് എല്ലാ ജീവനക്കാരെയും മർദ്ദിക്കുന്ന അവസ്ഥ പോലുമുണ്ടായി. ഇതിനുശേഷം കൂട്ടത്തോടെ നീങ്ങിയ സംഘപരിവാർ സംഘം മാനാഞ്ചിറയിലെത്തി പരക്കെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. അതുപോലെ തന്നെ SM സ്ട്രീറ്റിലേക്ക് കടന്നു ചെന്ന് SM സ്ട്രീറ്റിൽ മുഴുവൻ കൊലവിളികളുമായാണ് ഈ സംഘപരിവാർ സംഘം നീങ്ങിയത്. അതിനുശേഷം ഇന്ന് ശബരിമലയിൽ പ്രവേശനം നേടിയ കനകദുർഗയ്ക്കും അതുപോലെ തന്നെ ബിന്ദുവിനും ആശംസകളുമായി ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് വില്ലുവണ്ടി പ്രവർത്തകർ ഇന്ന് പ്രകടനം നടത്തിയിരുന്നു. അവർക്ക് നേരെയും ആക്രമണമുണ്ടായി. ഈ വില്ലുവണ്ടി പ്രവർത്തകരുടെ പ്രകടനത്തെ പകർത്താനെത്തിയ ചാനൽ ക്യാമറാമാൻമാരെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന അവസ്ഥയുമുണ്ടായി. ഇത്തരത്തിൽ എല്ലാ തരത്തിലും ആക്രമണം അഴിച്ചുവിടുക, ആകെ കൂടി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, കോഴിക്കോട് മൊത്തമായും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇന്ന്
നാമജപ പ്രതിഷേധ പ്രകടനം കോഴിക്കോട് ജില്ലയിൽ നടന്നത്. വടകരയിൽ KSRTC ബസ്സുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. കല്ലേറിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. KSRTC ബസ്സുകൾ എറിഞ്ഞു തകർക്കുന്ന അവസ്ഥയുണ്ടായി. ദേശാഭിമാനി ക്യാമറാമാൻ പ്രവീണിനു നേരെയും ആക്രമണമുണ്ടായി. മാനാഞ്ചിറയിൽ ട്രാഫിക് ഡിവൈഡറുകളും ബോർഡുകളും അടിച്ചു തകർക്കുന്ന അവസ്ഥയുണ്ടായി. KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. അതുപോലെ തന്നെ കൈരളി തിയേറ്ററിൽ 2 കുഞ്ഞുങ്ങൾക്കും ഭർത്താവിനുമൊപ്പം സിനിമ കാണാനെത്തിയ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥ വിൻസിക്ക് കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് 24 ക്യാമറാമാൻ സുബൈറിന് നേരെയും ആക്രമണമുണ്ടായി. ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിലാകെ പ്രകോപനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് സംഘപരിവാർ സംഘം ഇന്ന് നാമജപ ഘോഷയാത്ര നടത്തിയത് എന്ന് വേണം പറയാൻ. ചേവായൂർ CIക്ക് നേരെയും ആക്രമണമുണ്ടായി. വടകരയിൽ BJP നടത്തിയ പ്രകടനവും അക്രമാസക്തമായി. 4 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് ഗ്രനേഡ് പ്രയോഗിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. കൊയിലാണ്ടിയിൽ നടന്ന പ്രകടനം കൊലവിളികളും അതുപോലെ തെറിവിളികളുമായാണ് നടന്നത്. ശബരിമലയിൽ പ്രവേശിച്ച ബിന്ദുവിന് നേരെയും അതുപോലെ തന്നെ കനകദുർഗയ്ക്ക് നേരെയും തെറിവിളികളുമായാണ് നാമജപ ഘോഷയാത്രക്കാർ ഇന്ന് കൊയിലാണ്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് നേരെയും പോലീസിന് നേരെയും കൊലവിളികൾ നടത്തുന്ന അവസ്ഥയും കൊയിലാണ്ടിയിലെ പ്രകടനക്കാർ ഇന്ന് പ്രതിഷേധ പ്രകടനത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മലപ്പുറം ചങ്ങരംകുളത്ത് CPIM ഓഫീസ് അടിച്ചു തകർക്കുന്ന അവസ്ഥയുണ്ടായി. ആലങ്കോട് നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസുകളാണ് തകർത്തത്. അക്രമം നടത്തിയത് RSS പ്രവർത്തകരാണ് എന്ന് CPIM ആരോപിച്ചു. മലപ്പുറത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നഗരത്തിലും പെരിന്തൽമണ്ണയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അങ്ങാടിപ്പുറത്ത് റോഡ് ഉപരോധിച്ചത് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ചാണ് RSS പ്രവർത്തകർ ഇന്ന് മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. അങ്ങാടിപ്പുറത്തെ റോഡ് ഉപരോധം ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടാക്കി. പോലീസ് എത്തിയാണ് ഉപരോധക്കാരെ നീക്കിയത്. താനൂരിൽ കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് എത്തിയതോടെ പിന്മാറി. അങ്ങാടിപ്പുറത്ത് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന് സമീപത്തെ കനകദുർഗയുടെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി പുറപ്പെട്ടെങ്കിലും പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയതോടുകൂടി പ്രതിഷേധം ക്ഷേത്രത്തിന് സമീപത്ത് അവസാനിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കനകദുർഗയുടെ വീട് 2 ആഴ്ചയോളമായി അടഞ്ഞുകിടക്കുകയാണെങ്കിലും കനത്ത പോലീസ് കാവലിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ പലയിടത്തും വാഹനങ്ങൾ തടയുന്ന അവസ്ഥയുണ്ടായി. മേലെ ചൊവ്വ അതുപോലെ തന്നെ ദേശീയപാതയിൽ പലയിടത്തും വാഹനങ്ങൾ തടയുകയും യാത്രക്കാരെ ആക്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് സംഘപരിവാർ ഉണ്ടാക്കിയിട്ടുള്ളത്. ദേശീയപാതയിൽ പള്ളിക്കുന്നിലും മേലെ ചൊവ്വയിലും ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി. കരേറ്റയിലും തൊക്കിലങ്ങാടിയിലും ബസ്സുകൾ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടു. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ KSRTC ബസിന് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ ബസിന്റെ ചില്ലുകൾ തകർന്നു. ഇരിട്ടിയിലും ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. മട്ടന്നൂർ ടൗണിൽ പ്രകടനം നടത്തിയ RSSകാർ CPIMന്റെ പ്രചാരണ ബോർഡുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചു. തലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ഓഫീസിൽ നിന്നും ജീവനക്കാരെ ഇറക്കിവിട്ട് ഓഫീസ് താഴിട്ട് പൂട്ടി കരിങ്കൊടി നാട്ടുന്ന അവസ്ഥയും തലശ്ശേരിയിലുണ്ടായി. ഇരിട്ടി താലൂക്ക് ഓഫീസിലെ ഡയാലിസിസ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി KK ശൈലജ ടീച്ചർക്ക് നേരെ കരിങ്കൊടി കാട്ടിയ 2 പേരെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലെ രഹസ്യ ഗ്രൂപ്പുകൾ വഴിയാണ് RSS പ്രധാനമായും ആക്രമണത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. എന്തായാലും ശബരിമലയിലെ യുവതീ പ്രവേശം അത് ഒരു ആക്രമണത്തിനുള്ള മാർഗമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സംഘപരിവാർ സംഘം നീങ്ങുന്നത് എന്ന് വേണം പറയാൻ. വടക്കൻ മേഖലകളിലാകെ പാലക്കാട് ജില്ലയിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിരുന്നത്. പാലക്കാട് ജില്ലയിൽ പരക്കെ ആക്രമണം നടത്തുന്ന ഒരവസ്ഥ സംഘപരിവാർ ഇന്ന് സംജാതമാക്കിയിട്ടുണ്ട്. എന്തായാലും യുവതീ പ്രവേശം അത് തടയാൻ സംഘപരിവാറിനെ കൊണ്ട് സാധിച്ചില്ല. ഇതിന്റെ ഒരു പ്രതിരോധം എന്നുള്ള രീതിയിലാണ് ഇതിനെ ഈ ഒരു ശബരിമല യുവതീ പ്രവേശം എന്നുള്ള കോടതി വിധിയെ എതിർത്തുകൊണ്ട് ഇനിയുള്ള നാളുകൾ മുന്നോട്ട് നീങ്ങാൻ പ്രതിഷേധ പ്രകടനവുമായി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സംഘപരിവാർ സംഘം എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായി വേണം ഈ ആക്രമണങ്ങളെ എന്ന് വേണം കാണാൻ. കാരണം ഇനി ഈ ആക്രമണങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആക്രമണങ്ങളിൽ നിന്നും ആക്രമണങ്ങളിലേക്ക് കേരളത്തെ കൊണ്ടുപോവുക അല്ലെങ്കിൽ വടക്കൻ മേഖലയെ ആകെ ഒരു പ്രകോപനപരമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി ആവണം സംഘപരിവാർ സംഘം നീങ്ങുന്നത് എന്ന് വേണം ഇന്നത്തെ ആക്രമണങ്ങളിലൂടെ കാണുന്നത്. കാരണം തിരിച്ച് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ പോലീസ് പോലും തിരിച്ച് അനാവശ്യമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനോ ഇടയാക്കിയില്ല. എന്നിട്ട് പോലും പരക്കെ ആക്രമണം അഴിച്ചുവിടുക, ഇതിൽ വഴിയാത്രക്കാരെ അടക്കം ഉൾപ്പെടുത്തുക, വഴിയാത്രക്കാരൊക്കെ ഇതിന് ഇരയായി മാറുക, അതുപോലെ പൊതു ബോർഡുകളും പൊതു സ്ഥാപനങ്ങളും നശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് സംഘപരിവാർ സംഘം നീങ്ങുന്നത്. എന്തായാലും ഇനിയുള്ള നാളുകൾ ഈ സംഘപരിവാർ സംഘം എങ്ങനെയാണ് നീങ്ങുന്നത് എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. ഇന്ന് രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ കേന്ദ്രീകരിച്ചായിരുന്നു സംഘപരിവാർ സംഘടനകൾ ആക്രമണത്തിന് തയ്യാറെടുത്തത്. 11 മണിയോടെ BJP നേതാവ് MD രമേശിന്റെ വാർത്താ സമ്മേളനം പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചായിരുന്നു അക്രമത്തിന് BJP തുടക്കമിട്ടത്. പീപ്പിൾ വാർത്താ സംഘത്തിന് നേരെയും അക്രമം അഴിച്ചുവിട്ടു. പീപ്പിൾ TV ക്യാമറ വുമൺ ഷാജിലയ്ക്ക് പരിക്കേറ്റു. ക്യാമറയും മൈക്കും ഇവർ തല്ലി തകർത്തു.
ശേഷം സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്ന് അക്രമം നടത്തുവാനും ഇവർ മടിച്ചില്ല. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്ന വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ശേഷം സമരപന്തലിലേക്ക് തിരികെ എത്തിയ BJP RSS പ്രവർത്തകർ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും സ്വാഗത സംഘം ഓഫീസും ആക്രമിച്ചു തകർത്തു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തി. അത് അങ്ങേയറ്റം അപലപനീയമായ നിലയിലേക്ക് RSS കാര്യങ്ങളെ എത്തിക്കുകയാണ്. തിരിഞ്ഞു നിൽക്കാതെ നിവർത്തിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കരുത് എന്ന് വിനയപുരസ്സരം അതിൻ്റെ നേതാക്കന്മാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. ഞങ്ങളുടെ ഓഫീസുകൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് പോലീസിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്കതാവും. അത് ആ നിലയിലേക്ക് പോയാൽ ഇവിടെ സംഘർഷങ്ങളുടെ ഭൂമിയായി ഇത് മാറും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും സംയമനം പാലിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുവാണ്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും BJP RSS പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടു. പൗടിക്കോണത്ത് KSRTC ബസ്സുകൾ തല്ലി തകർത്തു. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റു. വെള്ളനാട്ട് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസും അടിച്ചു നശിപ്പിച്ചു. നെയ്യാറ്റിൻകര, പേയാട്, കാട്ടാക്കട എന്നിവിടങ്ങളിലും ഇവർ റോഡിൽ തീകൂട്ടി വാഹനങ്ങൾ തടഞ്ഞു. വിവിധയിടങ്ങളിൽ നടന്ന ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമലയിൽ ചരിത്രമെഴുതി സ്ത്രീകൾ ദർശനം നടത്തി. കോഴിക്കോട് സ്വദേശിനിയായ ബിന്ദുവും മലപ്പുറത്ത് നിന്നുള്ള കനകദുർഗയുമാണ് ചരിത്രത്തിലേക്ക് നടന്നുകയറിയത്. പുലർച്ചെ 3:45ഓടെയാണ് ഇവർ അയ്യപ്പ ദർശനം നടത്തി മലയിറങ്ങിയത്. പോലീസ് സംരക്ഷണത്തിലാണ് ഇരുവരും പുതുചരിത്രമെഴുതി മടങ്ങിയത്. നവോത്ഥാന സന്ദേശമുയർത്തി സ്ത്രീകൾ വൻമതിൽ തീർത്തതിന് പിന്നാലെയാണ് പുതുവർഷത്തിൽ 2 സ്ത്രീകൾ ശബരിമല കയറി പുതുചരിത്രം രചിച്ചത്. കോഴിക്കോട് സ്വദേശിയായ ബിന്ദു, മലപ്പുറത്ത് നിന്നുള്ള കനകദുർഗ എന്നിവർ പുലർച്ചെ 1:30ഓടെയാണ് പമ്പയിലെത്തിയത്. അവിടെ നിന്നും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് സംരക്ഷണയിൽ അവർ മല കയറി. മഫ്തി പോലീസും അനുഗമിച്ചു. സന്നിധാനത്തെത്തിയ ഇവർ ഇരുമുടിക്കെട്ട് നിറയ്ക്കാത്തതിനാൽ 18ാം പടി ഒഴിവാക്കി വടക്കേ നട വഴിയാണ് സോമാനത്തെത്തിയത്. കറുപ്പ് വസ്ത്രമണിഞ്ഞെത്തിയ ഇവർ 3:30ഓടെ ദർശനം നടത്തി ശബരിമലയുടെ പുതിയ കാലത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് ഇരുവരും പോലീസ് സംരക്ഷണയിൽ തന്നെയാണ് മലയിറങ്ങിയത്. സുപ്രീം കോടതി വിധിയാണ് ഇതോടെ നടപ്പായത്. ഭക്തർ ഇരുവരെയും തിരിച്ചറിഞ്ഞെങ്കിലും പ്രതിഷേധമുണ്ടാക്കിയില്ലെന്ന് കനകദുർഗയും ബിന്ദുവും പിന്നീട് അറിയിച്ചു. ഇന്ന് പുലർച്ചെ ഞാനും കനകദുർഗയും ഇന്ന് പുലർച്ചെ 1:30 കൂടി പമ്പയിൽ നിന്ന് പുറപ്പെട്ട് 3:30 കൂടി സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങി വന്നിട്ടുള്ളതാണ്. നമ്മൾ ഭക്തന്മാരുടെ ഒപ്പം തന്നെ പോവുകയും ഭക്തന്മാരുടെ ഒപ്പം തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. ഭക്തന്മാരുടെ ഇടയിൽ നമുക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. മണ്ഡല മഹോത്സവ കാലത്ത് ഒറ്റയ്ക്കും കൂട്ടായും സ്ത്രീകൾ മല ചവിട്ടാൻ എത്തിയിരുന്നു. എന്നാൽ സംഘപരിവാർ ഗുണ്ടകൾ നടത്തിയ അക്രമസമരത്തിൽ ഇവർക്ക് പിന്മാറേണ്ടി വന്നു. കഴിഞ്ഞ 24-നാണ് ബിന്ദുവും കനകദുർഗയും മല കയറാനെത്തിയത്. അപ്പോഴും പ്രതിഷേധം കാരണം അവർക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ ദർശനം നടത്തണമെന്ന ഇവരുടെ ഉറച്ച ആഗ്രഹമാണ് ശബരിമലയിൽ നിലനിന്ന വലിയ ഒരു അനാചാരത്തെ തുടച്ചുകളയുന്നതിന് വഴിവെച്ചത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കനകദുർഗയും ബിന്ദുവും സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തി മടങ്ങിയപ്പോൾ രചിക്കപ്പെട്ടത് ഒരു പുതുചരിത്രമാണ്. 12 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യയുടെ പരമോന്നത കോടതി ശബരിമലയിലെ സ്ത്രീ പ്രവേശന നിയന്ത്രണം എടുത്തുകളഞ്ഞ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. ശബരിമല യുവതീ പ്രവേശം കേരളത്തിന്റെ ചരിത്ര ഏടായി മാറുന്നതിനു പിന്നിൽ 12 വർഷം നീണ്ടുനിന്ന നിയമയുദ്ധത്തിന്റെ നാൾവഴിയുണ്ട്. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഭക്തി പശ്രീജ സേത്തി 2006 ജൂലൈ 28-ന് ശബരിമല സ്ത്രീ പ്രവേശ നിയന്ത്രണം നീക്കണം എന്നാവശ്യപ്പെട്ട് പരമോന്നത കോടതിയിൽ റിട്ട് സമർപ്പിച്ചു. 2006 ഓഗസ്റ്റ് 18-നു തന്നെ ഈ ഹർജി ചീഫ് ജസ്റ്റിസ് YK സബർവാൾ, ജസ്റ്റിസ് SH കപാഡിയ, ജസ്റ്റിസ് CK ഠക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിച്ചു. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനു വേണ്ടി KK വേണുഗോപാൽ റിട്ട് ഹർജി ഫയലിൽ സ്വീകരിക്കരുത് എന്നാവശ്യപ്പെട്ടു. അത്തരമൊരു എതിർപ്പിനെ തള്ളി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. 2007 ജൂലൈ 11-ന് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷന്റെ ഹർജി സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നു. അന്ന് ജസ്റ്റിസുമാരായ SB സിൻഹ, HS ബേദി എന്നിവർ 6-ാം നമ്പർ കോടതിയിൽ കേസ് പരിഗണിച്ചു. മറുപടി സത്യവാങ്മൂലം നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ കക്ഷി ചേരാൻ NSS-നെയും കോടതി അനുവദിച്ചു. 2007 സെപ്റ്റംബർ 25-ന് ഇതേ ബെഞ്ച് വിഷയം വീണ്ടും പരിഗണിച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷം ഇത് പരിഗണനയ്ക്കെടുക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. 2007 നവംബർ 13-ന് VS സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ പ്രവേശിക്കാൻ അനുവദിക്കണം എന്ന് വ്യക്തമാക്കി നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഒപ്പുവെച്ച സത്യവാങ്മൂലമാണ് കോടതിയിൽ ഫയൽ ചെയ്തത്. 2007 നവംബർ 16-ന്
SP സിൻഹ, ബേദി എന്നിവരുടെ ബെഞ്ചിൽ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വന്നപ്പോൾ സർക്കാർ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് NSS സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയും ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. 2008 മുതൽ കേസ് 3-അംഗ ബെഞ്ച് പരിഗണിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പുതിയ അഫിഡവിറ്റ് കൂടി വന്നതോടെ സീനിയർ അഭിഭാഷകൻ രാമമൂർത്തിയെ കോടതി അമിക്കസ് ക്യൂറിയായും നിയമിച്ചു. തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ടും അല്ലാതെയും നിരവധി ബെഞ്ചുകൾ കേസിന്റെ വിശദമായ വാദം കേൾക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. 2016 നവംബർ 7-ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചിന് മുൻപാകെ പിണറായി സർക്കാർ പുതിയ സത്യവാങ്മൂലം നൽകി. VS സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് സർക്കാർ നിലപാടെന്ന് കോടതിയെ അറിയിച്ചു. 2017 ഒക്ടോബർ 13-ന് സ്ത്രീ പ്രവേശ നിയന്ത്രണം സംബന്ധിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. 2018 ഓഗസ്റ്റ് 29-ന് പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ശബരിമലയിൽ യുവതീ പ്രവേശം അനുവദിക്കണമെന്ന് RSS അഖില ഭാരതീയ പ്രതിനിധി സമ്മേളനത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷി റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ നിലപാടിനെ പാടെ മറച്ചുവെച്ച് യുവതീ പ്രവേശത്തിന് എതിരായ വലിയ അക്രമം RSS നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്നു. നിരവധി യുവതികൾ ദർശനം ആഗ്രഹിച്ച് എത്തിയെങ്കിലും അക്രമങ്ങളെ തുടർന്ന് തിരികെ മടങ്ങി. സന്നിധാനത്തെ വിശേഷാൽ പൂജാ സമയമായ മണ്ഡലകാലത്തുൾപ്പെടെ വത്സൻ തില്ലങ്കേരി അടക്കമുള്ള സംഘപരിവാർ ക്രിമിനലുകൾ ശബരിമലയിൽ അഴിഞ്ഞാടി. കടുത്ത ഭീഷണികളെ അതിജീവിച്ച് അയ്യപ്പനെ കാണാൻ കനകദുർഗയും ബിന്ദുവും 2018 ഡിസംബർ 24-ന് ശബരിമലയിലെത്തി കടുത്ത അക്രമങ്ങളെ തുടർന്ന് തിരികെ പോയി. 2019 ജനുവരി 2 പുലർച്ചെ 3:45-ന് എല്ലാ ഭീഷണികളെയും മറികടന്ന് ബിന്ദുവും കനകദുർഗയും ദർശന ചരിത്രം രചിച്ചു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ശബരിമലയിൽ സ്ത്രീകൾ കയറിയത് വസ്തുതയെന്ന മുഖ്യമന്ത്രി. നേരത്തെ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് കയറാതിരുന്നതെന്നും മുഖ്യമന്ത്രി. യുവതീ പ്രവേശനത്തിന് ശേഷം ശബരിമല നടയടച്ച തന്ത്രിയുടെ നടപടി ഭരണഘടനാ ലംഘനമെന്ന് കോടിയേരി. മുഖ്യമന്ത്രിയുടെയും മറ്റ് നേതാക്കളുടെയും പ്രതികരണത്തിലേക്ക്. ശബരിമലയിൽ നേരത്തെ മുതൽ ഈ യുവതികളായിട്ടുള്ളവർ കയറാൻ പോയിരുന്നല്ലോ. അവിടെ തടസ്സങ്ങളുണ്ടായതുകൊണ്ട് അവർക്ക് കയറാൻ പറ്റിയിരുന്നില്ല. ഇന്ന് കയറിയെങ്കിൽ തടസ്സങ്ങളുണ്ടായിട്ടുണ്ടാവില്ല, അങ്ങനെയായിരിക്കും കയറിയിട്ടുണ്ടാവുക. കയറി എന്നത് വസ്തുതയാണ്. അതിന് പോലീസിൻ്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നുള്ളത്. അത് ഉണ്ടായിട്ടുമുണ്ട്, അതാണ് ഉണ്ടായത്. നടയടച്ച നടപടി സുപ്രീം കോടതി വിധിയുടെ നഗ്നമായുള്ള ലംഘനമാണ്. ഇത് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കലാണ്. ജുഡീഷ്യറിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലപാടാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത്തരമൊരു നടപടി സ്വീകരിച്ചത് സംബന്ധിച്ച് കോടതിയലക്ഷ്യ നടപടിക്ക് അദ്ദേഹത്തെ വിധേയമാക്കേണ്ട വിധത്തിലുള്ള കുറ്റമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നടപടി സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഗൗരവമായി ഇടപെടുകയും നയപരമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ നീതിന്യായ ഇവിടെ സുപ്രീം കോടതി, ആ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചൊരു സ്ത്രീ പോയാൽ ആ സുപ്രീം കോടതി വിധിയെ വെല്ലുവിളിക്കാൻ ഒരു തന്ത്രിക്കും അവകാശമില്ല. കോടതിക്ക് മേലെയായോ? കണ്ടംപ്റ്റ് കോർട്ടാണ്, കോർട്ട് അലക്ഷ്യമാണത്. ഇതിപ്പോ കോടതി വിധി ഉണ്ടായതിനു ശേഷം ഇതേ നടപടികളാണല്ലോ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെ ഇന്നലെ സംഘടിപ്പിച്ചിട്ടുള്ള മനുഷ്യമതിൽ അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് 10 വയസ്സിൻ്റെയും 50 വയസ്സിൻ്റെയും ഇടയിലുള്ള സ്ത്രീകൾ നാളെ മുതൽ സന്നിധാനത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളാരും ആഹ്വാനം ചെയ്തിട്ടില്ല. പോലീസ് സംരക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ പോലീസ് വേണ്ട പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ ആക്ഷേപമായിട്ടൊന്നും ഉന്നയിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഏതു പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാമെന്ന്. അത് സുപ്രീം കോടതിയുടെ വേർഡിക്റ്റാണ്. സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഏതു പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും അവിടെ വരാനുള്ള അവകാശമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. അങ്ങനെ വരുന്നവരാരെങ്കിലും എനിക്ക് ഒരു സംരക്ഷണം വേണമെന്ന് പോലീസിനോട് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം തരില്ല എന്ന് പറയാൻ പോലീസിന് സാധിക്കുകയില്ല. ഇല്ല, ഞാനിപ്പോൾ നിങ്ങൾ പറയുന്ന ദൃശ്യത്തിൽ തന്നെ കണ്ടു, തന്ത്രി പറയുന്നു സ്ഥിരീകരിച്ചിട്ടില്ല എന്ന്. അപ്പം ഞാനും വേറെ അവിടെ പൂജ നടത്തുന്ന തന്ത്രി പറയുന്നത് സ്ഥിരീകരിച്ചില്ല. പിന്നെ എനിക്കെന്താ പറയാൻ പറ്റുക? ഞാനിപ്പോൾ പുതുതായിട്ടൊന്നും പറയുന്നില്ല. കയറിയാലും പുതിയ കാര്യമൊന്നും അല്ലല്ലോ, സ്ത്രീകൾ കൊണ്ട് കയറിയിട്ടുണ്ടല്ലോ. അത് വരട്ടെ, എന്താന്ന് ഇപ്പം ഞാൻ പ്രതികരിക്കുന്നില്ല, വരട്ടെ. രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠം ഒരു വിധി പ്രസ്താവം നടത്തുകയും അത് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ
അതിനെ അലോസരപ്പെടുത്തുന്ന തരത്തിൽ ഒരുപക്ഷെ ഇതൊക്കെ കോടതി ലക്ഷ്യത്തിന്റെ പരിഗണനയിൽ വരാവുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു നിലയിൽ നമുക്കിതിനെ പരിഗണിക്കാൻ പറ്റില്ല. രാജ്യത്തെ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ ഈ പരിഹാരക്രിയ എന്ന് പറയുന്നതും ഒരു യാഥാസ്ഥിതികത്വത്തെ പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന നിലയിലാണ് എനിക്ക് അതിനകത്ത് അഭിപ്രായം രേഖപ്പെടുത്താം. ശബരിമലയിലെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പൊതുചരിത്ര നിർമ്മിതി സംസ്ഥാന സർക്കാർ നടത്തിയ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നൽകുവാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം നൽകിയത് ഇവിടുത്തെ സാമൂഹ്യ അടിസ്ഥാന ജനവിഭാഗങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. എന്നിരുന്നാലും ഇവിടെ ഇപ്പോഴും ഐക്യാചരണത്തിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ അവകാശികളായിരുന്ന മലയരയെ അവിടെ നിന്ന് പുറത്താക്കി, ഈഴവരെ അവിടെ നിന്ന് പുറത്താക്കി, ചാമ്പവരെ, കുറുവരെ അടക്കമുള്ള ദ്രാവിഡ ജനവിഭാഗങ്ങളെ അവിടെ ആചാര ഉടമസ്ഥതയിൽ നിന്ന് പുറത്താക്കി. ഇവിടെ സ്ത്രീകൾ അശുദ്ധരാണെന്ന് പറഞ്ഞ് നടയടച്ചിടുന്നത് ഏത് ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? സ്ത്രീകൾ എങ്ങനെ അശുദ്ധരാകുന്നത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്ത്രീകൾ വിശുദ്ധരായിട്ടുള്ള ആളുകളാണ്. അവരെ വിശുദ്ധരെന്നുള്ള നിലയിൽ അതിനെ പരിഗണിക്കണം. യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും ബിജെപിയുടെ അധിക്ഷേപം. പിണറായി വിജയൻ തെങ്ങുകയറാൻ പോകുന്നതാണ് ഭേദമെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ ശിവരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബിജെപിയുടെ സമരപ്പന്തലിൽ ഇപ്പോൾ ശിവരാജനാണ് നിരാഹാര സമരം നടത്തുന്നത്. കൂടാതെ ദർശനം നടത്തിയ യുവതികളെയും ശിവരാജൻ അപമാനിച്ചു. ആണും പെണ്ണും കെട്ട, കുടുംബത്തിന് വേണ്ടാത്ത സ്ത്രീകൾ എന്നിങ്ങനെ മോശം പദപ്രയോഗങ്ങളാണ് ശിവരാജൻ നടത്തിയത്. പിണറായി വിജയൻ വേഷം മാറി ശബരിമലയിൽ ആണും പെണ്ണും കെട്ട ചില 2 വനിതകളെ കടത്തിയെങ്കിൽ തനി നാട്ടിലേക്കും വീട്ടിലേക്കും വേണ്ടാത്ത 2 ആളെ കടത്തി എന്നാണ് പറയുന്നത്. ദർശനം കഴിച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വ്യക്തമായ സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. തന്ത്രി പറയട്ടെ കടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും. 5.5 കോടി അയ്യപ്പ ഭക്തന്മാരെയാണ് പിണറായി വിജയൻ ചതിച്ചിരിക്കുന്നത്. 5.5 കോടി അയ്യപ്പ ഭക്തന്മാരെ. ആ പിണറായി വിജയൻ ഇനി ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല, രാജിവെക്കണം. കാരണം ഇതിലേറെ പിണറായി വിജയൻ തെങ്ങ് കയറാൻ പോവാ. അതിൻ്റെ തിക്താനുഭവം പിണറായി വിജയൻ അനുഭവിക്കാൻ പോകുന്നു. രൂപം എല്ലാം മാറും, ഭാവവും മാറും, രൂപം. ഹർത്താലിനെതിരെ വ്യാപാരികൾ. നാളെ കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി സമിതിയും ഏകോപന സമിതിയും. ഹർത്താൽ ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ഹർത്താൽ വിരുദ്ധ സമിതി. പോലീസ് സംരക്ഷണം തേടിയതായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. ചിലവർ നാളെ ഹർത്താൽ ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ആഹ്വാനത്തെ ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മയുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയോടുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് നാളെ കടകൾ തുറന്ന് പ്രവർത്തിക്കും. എല്ലാവരും പ്രവൃത്തി നടത്തും. ബസ്, ലോറി, എൻ്റെ ഹോട്ടൽ, ബേക്കറി എല്ലാവരും പ്രവർത്തിക്കും. ഞങ്ങൾക്ക് ഇതിൽ കക്ഷിയല്ല, ഞങ്ങൾ ഇതിൽ എല്ലാവരും വേണ്ടവരാണ്. ഞങ്ങൾക്ക് എല്ലാവരും വേണം, മതമുള്ളവരും മതമില്ലാത്തവരും വേണം. അങ്ങനത്തെ ഞങ്ങളെ നേരെ അക്രമം കഴിച്ചിട്ടാൽ ഞങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങൾ ഈ അക്രമത്തെയും ഈ ഹർത്താലിനെയും കാണുന്നു. ശബരിമല യുവതി പ്രവേശനത്തെ സ്വാഗതം ചെയ്ത ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും എംപിയുമായ ഉദിത് രാജ് യുവതികൾ പ്രവേശിച്ചതിൽ സന്തോഷമെന്നും സുപ്രീംകോടതി വിധി നടപ്പാക്കിയ ഇടത് സർക്കാരിനെ പ്രശംസിക്കുന്നതായും ഉദിത് രാജ് പറഞ്ഞു. ആചാര ലംഘനത്തിന്റെ പേരിൽ തെരുവിലിറങ്ങിയ കേരളത്തിലെ ബിജെപി നിലപാടിനെ തള്ളിപ്പറയാനും ബിജെപി ദേശീയ നേതാവ് തയ്യാറായി. ശബരിമലയിൽ ഇന്നുണ്ടായ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് ആദ്യമായാണ് ഒരു ബിജെപി നേതാവ് രംഗത്തെത്തുന്നത്. ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും എംപിയുമായ ഉദിത് രാജാണ് ചരിത്ര സംഭവത്തെ സർവാത്മന പിന്തുണച്ചത്. സ്ത്രീക്ക് അശുദ്ധി കൽപ്പിക്കുന്ന ആചാരങ്ങൾ ലംഘിക്കപ്പെടണം, അതിനാൽ യുവതികൾ പ്രവേശിച്ചതിൽ സന്തോഷമെന്നായിരുന്നു ഉദിത് രാജിന്റെ പ്രതികരണം. ആചാരമെന്ന പേരിൽ ദുരാചാരങ്ങളെയും വിവേചനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനെയും ഉദിത് രാജ് വിമർശിച്ചു. In the eyes of law and constitution, both the genders are equal. Second, God pervades everywhere. God is not confined in one place, that is the temple. So if demon on the earth impure the God, then the God is elsewhere also. And thirdly, how can women be impure, inhygienic because of menstruation? സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് പുരുഷന്മാർ ജനിക്കുന്നത്. എന്നിട്ടും എന്തിനാണ് സ്ത്രീകളോട് വിവേചനം? സതിയും സ്ത്രീധനവും അടക്കമുള്ളവ നാട്ടിലുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ ആചാരങ്ങൾ എന്ന പേരിൽ ഉയർത്തിപ്പിടിക്കുമോ എന്നും ഉദിത് രാജ് ചോദിച്ചു. സുപ്രീം കോടതി വിധി നടപ്പാക്കിയ ഇടതു സർക്കാരിനെ പ്രശംസിക്കാനും ഉദിത് രാജ് തയ്യാറായി.
ആചാരലംഘനമെന്ന് പറഞ്ഞ് തെരുവിലഴിഞ്ഞാടുന്ന കേരളത്തിലെ BJPയെ തള്ളിപ്പറയാനും ഉദിത് രാജ് മടികാട്ടിയില്ല. സംസ്ഥാനത്തെ BJPയുടെ രാഷ്ട്രീയ നാടകം BJP ദേശീയ നേതാവ് തന്നെ തിരിച്ചറിഞ്ഞ് തള്ളിപ്പറഞ്ഞത് കേരളത്തിലെ BJPക്ക് നാണക്കേടായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM നാളെ AKG സെന്ററിൽ സംഘടിപ്പിക്കാനിരുന്ന സംസ്ഥാന ശില്പശാല മാറ്റിവെച്ചു. CPM സംസ്ഥാന കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്.